ഹായ് ഫ്രണ്ട്സ്, ഹെലീസ് വേൾഡിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ അങ്കമാലി കല്യാണത്തിന് ഉണ്ടാക്കുന്ന ബീഫാണ്. അപ്പോൾ ബീഫ് വേവിക്കാനായിട്ട് നമ്മൾ അതിനകത്തേക്ക് ഒരു സവോള ചേർക്കണം, പിന്നെ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, പിന്നെ ഒരു 10-12 പച്ചമുളക് രണ്ടായി കീറിയത്, പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം. അപ്പോൾ ഇനി നമ്മൾ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത് പൊടികളാണ്. ഒരു 2.5 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്തിട്ടുണ്ട്. നാല് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. ഒരു 3/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട്. ഇനി ഉപ്പ് പാകത്തിന് ചേർക്കാം. ഇനി വേണ്ടത് കുറച്ച് വെളിച്ചെണ്ണയാണ്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് ഇറച്ചി നന്നായി മിക്സ് ചെയ്ത് എല്ലാ സാധനവും നന്നായി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് വെള്ളം ഒഴിക്കേണ്ട കേട്ടോ കുക്ക് ചെയ്യാനായിട്ട്. ഈ ഇറച്ചിയിലെ വെള്ളം തന്നെ ഇതിനകത്ത് പുറത്തേക്ക് ഇറങ്ങിക്കോളും. എത്ര വിസിലേക്കണം കേട്ടോ? അപ്പോൾ ഇറച്ചിക്ക് അത്യാവശ്യം വേവുള്ള കാരണം ഒരു 10 വിസിലൊക്കെ കേൾക്കണം എന്നാണ് പറഞ്ഞത്. അപ്പം നമുക്കുണ്ടല്ലോ ഇനി ഇതിന് ഉള്ള തേങ്ങാരപ്പ് തയ്യാറാക്കാം. കല്യാണങ്ങൾക്കൊക്കെ പണ്ട് ചേർത്തുകൊണ്ടിരുന്നത് 1 കിലോ ഇറച്ചിക്ക് അരമുറി തേങ്ങയെന്നായിരുന്നു. നമുക്ക് 2 കിലോ ഇറച്ചിയാണ് ഇവിടെ നമ്മൾ വേവിക്കാൻ വെച്ചേക്കുന്നത്. അപ്പോൾ അതിനുള്ള തേങ്ങയാണിത്. നമുക്ക് ഇതിൻ്റെ തേങ്ങ വറുത്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാൻ വയ്ക്കുക. പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ തേങ്ങ നല്ല ഒരുവിധം നന്നായിട്ട് വറുക്കുന്ന വരെ തേങ്ങ ഇങ്ങനെ ഇളക്കി കൊടുത്ത് വറുത്തുകൊണ്ടിരിക്കണം. ഇറച്ചി ഇതേ അപ്പുറത്ത് കുക്കറിലിരുന്ന് വേവണുണ്ട്. അപ്പോൾ തേങ്ങ ഇതേ ഇത്രയും വറവായിട്ടുണ്ട് കേട്ടോ. ഏകദേശം 10 മിനിറ്റ് കൂടുതലായി തേങ്ങ വറുത്ത് തുടങ്ങിയിട്ട്. ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് ഫ്രോസൺ തേങ്ങയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഇത് ചെറുകിയത് വലുതും ചെറുതൊക്കെ ആയിട്ടുള്ളതുള്ളതുകൊണ്ട് ചെറുതെല്ലാം വേഗം ആയിട്ടുണ്ട്. വലിയ പീസുകളെല്ലാം അങ്ങനെ തന്നെ കിടക്കും. അപ്പോൾ ഇതേ തേങ്ങ നന്നായി വറുത്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. തീ ചെറിയ ഫ്ലെയിമിലാണ് കേട്ടോ കത്തുന്നത്, അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. തേങ്ങ അതുപോലെ നന്നായി വറവായതിന് ശേഷം മാത്രമേ പൊടികൾ ചേർക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ കറിക്ക് അതിൻ്റെ ഉള്ള ടേസ്റ്റ് കിട്ടത്തില്ല. മല്ലിപ്പൊടിയുടെ പച്ചമണം മാറുന്നവരെ നന്നായി വറുത്തെടുക്കുക. മല്ലിപ്പൊടിയുടെ പച്ചമണം മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് ഗരം മസാലയാണ്. വേണ്ട, ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നവരെ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി തണുത്തതിന് ശേഷം അരച്ചെടുക്കാം. തേങ്ങയുടെ ചൂടാറിയതിന് ശേഷം നമ്മളിത് മിക്സി ഗ്രൈൻഡറിലേക്ക് ഇട്ട് അടിച്ചെടുക്കാൻ പോവാണ്. നല്ല പേസ്റ്റ് പോലെ അടിച്ചെടുക്കണം. ഉരുളി ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അടുപ്പിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി ചേർത്ത് കൊടുക്കണം. നമ്മുടെ ഇറച്ചി ഈ അരപ്പൊക്കെ ആയിട്ട് നന്നായി മിക്സ് ചെയ്യണം. ഇനി ഇത് ഈ അരപ്പി കിടന്ന് ഈ ഇറച്ചി ഇങ്ങനെ കുക്കായിക്കൊണ്ടിരിക്കണം. അത് കഴിഞ്ഞ് ഇതിൻ്റെ വെള്ളം നന്നായി പറ്റണം. അപ്പോഴാണ് ഈ കറിക്ക് ടേസ്റ്റ് ഉള്ളൂ. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണ് ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഈ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെയായിരിക്കണം കേട്ടോ. വെളിച്ചെണ്ണയ്ക്കാണ് ഈ കറിക്ക് ടേസ്റ്റ് കിട്ടുള്ളൂ. വേറെ ഏതെങ്കിലും ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കറിയുടെ ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഇത് വെള്ളമൊക്കെ ഇത് കുറേശ്ശെ പറ്റി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ബീഫിൻ്റെ കളറ് മാറുന്നതുണ്ടോ ഗ്രേവിയുടെയൊക്കെ.
പിന്നെ ഒരു പ്രത്യേക നല്ലൊരു സ്മെല്ലുമാണ് വരുന്നത്, കാരണം ആ തേങ്ങ അരച്ചതിൻ്റെയൊക്കെ നല്ലൊരു സ്മെല്ലും വരുന്നുണ്ട്. അപ്പോൾ അത് ഇറച്ചിയുടെ വെള്ളം ഒരുവിധം നന്നായിട്ട് പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിനകത്തെ വെളിച്ചെണ്ണ നന്നായിട്ട് തെളിഞ്ഞേക്കുന്നത്. അപ്പോൾ ഇത് ഇളക്കുമ്പോൾ ഇത് കണ്ടോ ഈ പരിവായിട്ടുണ്ട്. പക്ഷേ ഇനിയും ഡ്രൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈ ചെയ്ത് എടുക്കാം, അല്ല ഇങ്ങനെ കൂട്ടാനാണെങ്കിലും ഇത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ബീഫ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ കറി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.